സോ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന i7 Pro Max എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സ്മാർട്ട് വാച്ച് ആണ്. ഞാൻ ഈ ഒരു വാച്ച് ഒരു മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, പ്രൈസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോ നോക്കാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സോ ഇതുപോലുള്ളൊരു ബ്ലാക്ക് ബോക്സിലാണ് നമ്മുടെ വാച്ച് വരുന്നത്. മുകളിലായിട്ട് തന്നെ i7 Pro Max എന്നും ഹൈ വാച്ച് എന്നും അപ്ലിക്കേഷൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ച് എന്നും താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.8 ഇഞ്ച് സ്ക്രീനും അതുപോലെ തന്നെ 3 മെനു സ്റ്റൈലിന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വാച്ചിൽ 2 മെയിൻ മെനു സ്റ്റൈൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ബ്ലൂടൂത്ത്, കോൾ, ഹെർട്ട് റേറ്റ്, അങ്ങനെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് മെയ്ഡ് ഇൻ ചൈന എന്നും കൊടുത്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റായിട്ട് വരുന്നത് യൂസർ മാനുവലാണ്. ഇതിൻ്റെ താഴത്തായിട്ടായിട്ട് നമുക്കിവിടെ ഒരു QR കോഡ് കാണാൻ പറ്റും. അത് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡാണ്. ഈ ഒരു യൂസർ മാനുവലിൽ ഒരു സൈഡ് ഇംഗ്ലീഷും മറ്റു സൈഡിൽ ചൈനീസ് ലാംഗ്വേജുമാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കത് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് ഇതിന് വെച്ച് വരുന്നത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ വാച്ചിൻ്റെ ബോഡിയാണ്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ബോഡി തന്നെയാണ് വരുന്നത്. സോ മാറ്റി വയ്ക്കാൻ നമുക്കതിലേക്ക് വരാം. പിന്നീട് വരുന്നത് സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് നമുക്കൊന്ന് പുറത്തെടുക്കാം. സോ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. കുഴപ്പമില്ല. ഈ ഒരു ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫ്ലെക്സിബിൾ അല്ല, അത്യാവശ്യം കട്ടി കൂടിയൊരു സ്ട്രാപ്പാണ് വരുന്നത്. സോ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. പിന്നീട് വരുന്നത് നമുക്ക് ചാർജിങ് കേബിളാണ്. ഇതൊരു മാഗ്നറ്റിക് ടൈപ്പായിട്ടുള്ള ചാർജിങ് കേബിളാണ്. നമുക്കിത് കാണുന്ന സമയത്ത് ഒരു വയർലെസ് ചാർജിങ് പാഡിൻ്റെ ഒരു ലുക്ക് തരുന്നൊരു മാഗ്നറ്റിക് ടൈപ്പ് ചാർജിങ് കേബിളാണ് വെച്ച് വരുന്നത്. സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സ് വെച്ച് വരുന്നത്. നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വന്നത് യൂസർ മാനുവലാണ്. പിന്നീട് മെയിനായിട്ട് വാച്ചിൻ്റെ ബോഡി, പിന്നീട് സ്ട്രാപ്പ്, പിന്നീട് മാഗ്നറ്റിക് ടൈപ്പായിട്ടുള്ള ചാർജിങ് കേബിളും വരുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ച് നമുക്ക് മെയിനായിട്ടുള്ള വാച്ചിലേക്ക് വരാം. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു ഹോളിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ആ ഒരു കറക്റ്റ് പൊസിഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യാം. പറ്റുന്നില്ലല്ലോ, എനിക്കൊന്ന് അപ്പർ സൈഡിലെ കൂടിയാണ് സ്ലൈഡ് ചെയ്യേണ്ടത്. ഒന്ന് സോ ഇതുപോലെയാണ്. ജസ്റ്റ് ആ ഒരു സൈഡ് നോക്കിയിട്ട് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാനൊരു സ്ട്രാപ്പ് ഇട്ട് രണ്ടാമത്തെ സ്ട്രാപ്പും എനിക്കൊന്ന് സൈഡ് മാറിപ്പോയി കയറി. സോ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ആ ഒരു സൈഡ് നോക്കിയാൽ മാത്രം മതി. ഇനി ഒരു വാച്ചിൻ്റെ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് 2 പവർ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്ക്രോളബിൾ ആയിട്ടുള്ള ഒരു ക്രൗൺ ആണ് വരുന്നത്. പിന്നീട് നോർമൽ പവർ ബട്ടണും പിന്നീട് മൈക്കും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് സെൻസർ വരുന്നുണ്ട്. പിന്നീട് മാഗ്നറ്റിക് കണക്ട് ചെയ്യാനുള്ള പോർട്ട്, ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നീട് ബാക്ക് ഒരു ഗ്ലാസ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലാക്ക് കളറുള്ളൊരു ഫ്രെയിമാണ് വാച്ചിന് വരുന്നത്. സോ അത്യാവശ്യം കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കുള്ളൊരു iWatch സീരീസ് 7ൻ്റെ ഒരു ലുക്കുള്ളൊരു വാച്ച് തന്നെയാണ്. വാച്ച് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈ വാച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്ലിക്കേഷൻ്റെ പേരാണ് ഹൈ വാച്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ടുള്ള വാച്ച് ഫേസ് വരുന്നത്. നമുക്ക് എത്ര വാച്ച് ഫേസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കാം. സോ ഇതാണ് മെയിനായിട്ടുള്ള 1, പിന്നെ രണ്ടാമത്തെ വാച്ച് ഫേസ്, മൂന്നാമത്തെ 4, 5, 6. സോ 6 വാച്ച് ഫേസ് ആണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. പിന്നീട് 7ാമത്തെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ സെറ്റ് ചെയ്തൊരു വാച്ച് ഫേസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി ഒരു വാച്ചിൻ്റെ താഴെ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ കോൺടാക്റ്റ്, മൈക്ക്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. QR കോഡ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ബാറ്ററി പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്. സോ അതിന് മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഏരിയ, നമുക്ക് ഫോൺ കണക്ട് ചെയ്താൽ ഫോൺ നോട്ടിഫിക്കേഷൻ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി മെയിൻ മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റെപ്സ്, ഹെർട്ട് റേറ്റ്, ഫോൺ ബുക്ക്, മെസ്സേജ്, നമുക്ക് സ്ക്രോളർ ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡയലർ, റണ്ണിങ്, സിറ്റപ്പ്, ജമ്പിങ്, പിന്നീട് വെതർ, സ്ലീപ്പിംഗ്, ലുക്കിംഗ് ഫോർ മ്യൂസിക്, പിന്നീട് റീസെറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നീട് മെനു സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ 2 മെനു സ്റ്റൈലാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ iWatchലൊക്കെ വരുന്ന അതേ സെയിം ആയിട്ടുള്ള മെനു സ്റ്റൈലാണ് ഇതിൽ വരുന്നത്. സോ അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത നല്ലൊരു സ്മൂത്തായിട്ടുള്ള UI ആണ് നമുക്ക് പറയാം. ഇനി ഈ ഒരു വാച്ചിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റായിട്ട് സെറ്റ് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി ടൈം, അതുപോലെ തന്നെ ഡേറ്റ്, പിന്നീട് സ്ക്രീൻ ടൈം നമുക്ക് 3 മിനിറ്റോളം നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സെറ്റിങ്സിൽ വരുന്നുള്ളൂ. സോ ഈ ഒരു വാച്ചും ഒരു ബേസിക് ആയിട്ടുള്ളൊരു വാച്ചാണ്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു വാച്ച് നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് iWatch Pro എന്നൊരു ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡൊക്കെ തന്നെ ഈ ഒരു വാച്ച് തന്നെ വരുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ താഴത്തായിട്ട് 4 ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് ബൈൻഡ് ഡിവൈസ് ടു എക്സ്പീരിയൻസ് മോർ ഫീച്ചേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ സ്കാനിങ്ങിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. സ്കാൻ ആവുന്നുണ്ട്. സോ ഇവിടെ i7 Pro നമ്മുടെ വാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. സോ നമ്മുടെ വാച്ച് ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് i7 Pro എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ആപ്ലിക്കേഷനിലെ ഫീച്ചേഴ്സ് നോക്കി നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് വേക്കപ്പിൻ്റെ ഒരു ഫീച്ചറാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കൈയൊന്ന് റേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഓണായി വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഫീച്ചറാണ് വേക്കപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ കറക്റ്റായിട്ട് വർക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നീട് നോട്ടിഫിക്കേഷൻ അലാറമൊക്കെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് ഫൈൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വാച്ച് വൈബ്രേറ്റ് ആവുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് മെസ്സേജ് പോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലിക്കേഷനൊക്കെ തന്നെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് കോൺടാക്റ്റിൽ നമുക്ക് കോൺടാക്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ ഡയൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് വാച്ച് ഫേസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ ഫോട്ടോസ് വരെ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരുപാട് വാച്ച് ഫേസൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന നല്ല വാച്ച് ഫേസ് ആണ് വരുന്നത്. നമുക്കിവിടെ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ചേഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് നമുക്ക് അവിടെ, അല്ലെങ്കിൽ നമ്മളെ ഗാലറിത്തെ ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്ക് വാച്ച് ഫേസ് നമുക്ക് ഇവിടുന്ന് ഏത് സ്റ്റൈലുള്ള വാച്ച് ഫേസ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇതും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. അതിങ്ങനെ ഒരുപാട് മാരകമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. സോ ബേസിക് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ വാച്ചിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിലും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ആയിട്ട് ഈ ഒരു വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് യാതൊരു വിധത്തിൽ ഇഷ്യൂസ് പറയാനില്ല. പിന്നീട് ഇതിൻ്റെ സ്ട്രാപ്പ് അത്യാവശ്യം കുറച്ചും കൂടി കട്ടി കൂടിയ സ്ട്രാപ്പാണ്. അതാണ് കുറച്ചൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. പക്ഷേ നമുക്ക് സ്ട്രാപ്പ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് നോക്കുന്ന സമയത്ത് അതൊരു ഇഷ്യൂ ആയിട്ടൊന്നും പറയാനില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഡിസ്പ്ലേ അതുപോലെ തന്നെ UIയിൽ അത്യാവശ്യം സ്മൂത്ത് UI ആണ്, എന്നാലും അത്യാവശ്യം സ്ലോ ആണ്. ഈ ഒരു ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് ഓക്കെ ആണ്. പിന്നീട് ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു 1 വീക്കോളം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു വാച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നോർമൽ യൂസിലാണ്. ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രത്തോളം കിട്ടത്തില്ല. ഒരു 4 ഡേയ്സൊക്കെ മാക്സിമം കിട്ടുമായിരിക്കും. പക്ഷെ ഞാനങ്ങനെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാറില്ല, എന്നാലും ആ റേഞ്ചിൽ എന്തായാലും കിട്ടും. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന പ്രൈസ് ഇത് വേർത്തായുള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്കൊരു വാച്ച് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്ത് മാത്രം മതി. 2 ഡേയ്സിനുള്ള ഡെലിവറി കേരളത്തിലേക്ക് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, ജസ്റ്റ് അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.